നമസ്കാരം. ഇന്ന് നമ്മൾ റോബർട്ട് സ്റ്റെൻബർഗിന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമാണ് ചർച്ച ചെയ്യുന്നത്. ത്രിമുഖ സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. MA സൈക്കോളജി ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 2ലെ ഒരു ഭാഗമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് സ്റ്റെൻബർഗ് എങ്ങനെയാണ് ബുദ്ധിയെ സമീപിക്കുന്നതെന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഈ സിദ്ധാന്തത്തിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ടല്ലേ: ഘടകാധിഷ്ഠിതം, പിന്നെ അനുഭവസിദ്ധം, സന്ദർഭോചിതം. അതായത് കോമ്പനൻഷ്യൽ, എക്സ്പീരിയൻഷ്യൽ, കണ്ടെക്സ്ച്വൽ. നമുക്ക് ഓരോന്നായിട്ടെടുത്ത് സംസാരിക്കാം. ആദ്യത്തേത് ഈ ഘടകാധിഷ്ഠിത ബുദ്ധി അഥവാ വിശകലനാത്മക ബുദ്ധി. എന്താണത്? നമ്മൾ സാധാരണ ഈ IQ ടെസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒന്നാണോ? അതെ, ശരിയാണ്. സ്റ്റെൻബർഗ് ഇതിനെ കോമ്പോണൻഷ്യൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലെ കഴിവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇതിനകത്ത് തന്നെ 3 തരം പ്രോസസ്സുകളുണ്ട്. ഒന്ന് മെറ്റാകോഗ്നിറ്റീവ്, അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ ചിന്തകളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെയുള്ള കഴിവ്. പിന്നെ പെർഫോമൻസ് ഘടകങ്ങൾ, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഓർക്കുക, താരതമ്യം ചെയ്യുക, അങ്ങനെയുള്ളവ. മൂന്നാമത്തേത് നോളജ് അക്വിസിഷൻ, പുതിയ അറിവുകൾ നേടാനും ഓർത്തുവെക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഓർത്തുവെച്ച് എഴുതുന്നത്, അതെല്ലാം ഇതിൽ വരും. ഓക്കെ. അപ്പോൾ ഇത് പ്രധാനമായും നമ്മുടെ പഠനകാര്യങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ബുദ്ധിയാണ്. പക്ഷെ സ്റ്റെൻബർഗ് പറയുന്നത് ബുദ്ധി ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല എന്നല്ലേ? അതെ, തീർച്ചയായും. അതാണ് അടുത്ത ഘടകം. അതാണല്ലേ അനുഭവസിദ്ധമായ ബുദ്ധി, എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്. ഇതിനെ ക്രിയേറ്റീവ് എന്നും പറയാറുണ്ടല്ലോ. ആ, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. ഇത് കുറച്ചുകൂടി രസകരമാണ്. പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മുൻപരിചയമില്ലാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, പുതുമയെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. പുതിയൊരു പ്രശ്നം വരുമ്പോൾ അതിന് പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശേഷി. മറ്റൊന്ന്, ഓട്ടോമേഷൻ. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അധികം ആലോചിക്കാതെ തനിയെ ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ. ആദ്യം ഭയങ്കര ശ്രദ്ധ വേണം, പിന്നെ അത് ഓട്ടോമാറ്റിക് ആവും. അപ്പോൾ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, ഉൾക്കാഴ്ചയോടെ കാര്യങ്ങൾ കാണുക, സാഹചര്യത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ്, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓരല്ലോ അല്ലേ? ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ വേറെ ചില കഴിവുകൾ കൂടി വേണ്ടേ? ചുറ്റുപാടുകളുമായി ഇടപഴകാനുള്ള കഴിവ്. അതാണോ മൂന്നാമത്തെ ഘടകം? ഈ സന്ദർഭോചിത ബുദ്ധി അഥവാ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. ഇതിനെ നമ്മൾ ഈ സ്ട്രീറ്റ് സ്മാർട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഒരു പരിധിവരെ അങ്ങനെ പറയാം. പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഒരു പ്രത്യേക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ ബുദ്ധിപരമായി എങ്ങനെ പെരുമാറാം എന്നതാണ് വിഷയം. ഇതിലും സ്റ്റെൻബർഗ് 3 പ്രക്രിയകൾ പറയുന്നുണ്ട്. ഒന്ന്, അഡാപ്റ്റേഷൻ, നിലവിലെ സാഹചര്യവുമായി പൊരുത്തപ്പെടുക. ഓക്കെ. 2, സെലക്ഷൻ, നമുക്ക് പറ്റിയ കുറച്ചുകൂടി നല്ലൊരു സാഹചര്യം തിരഞ്ഞെടുക്കുക. മൂന്നാമത്തേത്, ഷേപ്പിംഗ്, അതായത് നിലവിലെ സാഹചര്യത്തെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു ജോലിസ്ഥലത്ത് പുതിയ ആളുകളുമായി വേഗം ഇണങ്ങിച്ചേരുന്നത് അഡാപ്റ്റേഷൻ. അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് പറ്റിയതല്ല, വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നത് സെലക്ഷൻ. അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയം നടപ്പാക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നത് ഷേപ്പിംഗ്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള കഴിവാണ് ഈ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. കൊള്ളാം. അപ്പോൾ ഈ 3 ഘടകങ്ങളും അനലിറ്റിക്കൽ, ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ, ഇവ 3ഉം ചേർന്നാലാണ് സ്റ്റെൻബർഗിന്റെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റുക. ഇത് മറ്റുള്ള തിയറികളിൽ നിന്ന്, ഇപ്പോൾ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുമായി താരതമ്യം ചെയ്താൽ എന്താണ് പ്രധാന വ്യത്യാസം? നല്ല ചോദ്യമാണ്. സ്റ്റെൻബർഗ് പറയുന്നത് ഈ 3 കഴിവുകളും തമ്മിൽ ഒരു ബാലൻസ് വേണമെന്നാണ്. ജീവിതത്തിൽ വിജയിക്കാൻ ഈ 3ഉം ആവശ്യമാണ്. ഓരോരുത്തർക്കും ഇതിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. ഗാർഡനർ ശ്രദ്ധിച്ചത് ബുദ്ധിയുടെ വ്യത്യസ്ത ഏരിയകളിലാണ്, ഡൊമെയ്നുകൾ. ഭാഷാപരമായ കഴിവ്, സംഗീതപരമായ കഴിവ്, അങ്ങനെ. പക്ഷേ സ്റ്റെൻബർഗ് ഊന്നൽ നൽകുന്നത് ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതിലാണ്, ആ മാനസിക പ്രക്രിയകൾക്കാണ്. പിന്നെ വൈകാരിക ബുദ്ധിയെ, എമോഷണൽ ഇന്റലിജൻസ്, സ്റ്റെൻബർഗ് ഇതിൽ നിന്ന് വേറിട്ടാണ് കാണുന്നത്. ഈ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന ആശയം തന്നെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, അഡാപ്റ്റബിലിറ്റിയാണ്. എന്നാൽ ഇതിനൊരു വിമർശനവുമുണ്ട്.
ഈ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എങ്ങനെ കൃത്യമായി അളക്കും എന്നുള്ളതൊക്കെ ഒരു വിഷയമാണ്. വളരെ വ്യക്തമായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റെൻബർഗ് ബുദ്ധിയെ ഒരൊറ്റ അളവുകോലിൽ ഒതുക്കാതെ പലതരം കഴിവുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് കാണുന്നത്. അതായത് വിശകലനം ചെയ്യാനുള്ള കഴിവും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവും ജീവിതത്തിലെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും ചേർന്നതാണ് ബുദ്ധി. ഇത് ശരിക്കും ബുദ്ധിയെക്കുറിച്ച് കുറച്ചുകൂടി വിശാലമായൊരു കാഴ്ചപ്പാടാണല്ലേ? തീർച്ചയായും അതെ. ഇനിയിപ്പോൾ നിങ്ങൾക്കും ആലോചിക്കാനൊരു കാര്യം തരാം. നിങ്ങളുടെ പഠനത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഈ 3 തരം ബുദ്ധികൾ അനലിറ്റിക്കൽ, ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ തിയറിക്ക് എന്തെങ്കിലും പരിമിതികളുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ തുടർന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്.